കോഴിക്കോട് കോടഞ്ചേരിയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ തട്ടിയെടുത്ത ക്യാൻസർ രോഗിയുടെ കിടപ്പാടം ഇതാ CPM പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തിരികെ പിടിച്ചെടുത്ത് കൈമാറിയിരിക്കുകയാണ്. വലിയ കൊല്ലി സ്വദേശി സാജു ജോണിന്റെ വീടും സ്ഥലവുമാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ കൈക്കലാക്കിയത്. കിടപ്പ് രോഗിയായ സാജുവിനെ ആംബുലൻസിലാണ് വീട്ടിലെത്തിച്ചത്. രോഗികളെയും കടബാധ്യതയിൽ ആയവരെയും മാത്രം ലക്ഷ്യം വെച്ച് തട്ടിപ്പ് വ്യാപകമാണെന്നും സർക്കാർ ഇടപെടണമെന്നും CPM പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുകയാണ്. ചികിത്സയ്ക്ക് വേണ്ടിയാണ് സാജു ഈ കാണുന്ന വീടും 24 സെന്റ് സ്ഥലവും കഴിഞ്ഞ ജനുവരിയിൽ എഗ്രിമെന്റ് വെച്ച് 17 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നത്. പക്ഷേ 4 ലക്ഷം രൂപ മാത്രമാണ് സാജുവിന് നൽകിയത്. ബാക്കി തുക ഇതുവരെ നൽകിയിട്ടില്ല. പ്രദേശത്തെ CPM നേതാക്കളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ പണം തിരികെ നൽകണം, അല്ലെങ്കിൽ ഈ സ്ഥലം തിരികെ സാജുവിൻ്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് എഗ്രിമെന്റ് വെച്ചിരുന്നു. പക്ഷേ ആ എഗ്രിമെന്റ് പോലും ഇതുവരെ പാലിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് സാജുവിനെ, കിടപ്പ് രോഗിയാണ്, അതായത് ഈ ആംബുലൻസിൽ കൊണ്ടുവന്ന് തിരികെ വീട്ടിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ചേട്ടാ, ചെയ്ത് വലിയ ക്രൂരത ഇപ്പോൾ അല്ലേ? വലിയ ക്രൂരതയാണ്. കാരണം ഇതുപോലെ രോഗം ബാധിതമായി കിടക്കുന്ന ഇദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലാണ് ഈ സ്ഥലം വിറ്റപ്പോൾ 4 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു, ബാക്കി ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. ആ രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിൽ പൈസ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, പലവട്ടം CPMൻ്റെ ലോക്കൽ സെക്രട്ടറി സംസാരിക്കുകയും ഇവരെല്ലാം തന്നെ നാട്ടുകാർക്ക് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഈ സ്ഥലം വിറ്റുപോയി എന്നാണ്. ഏകദേശം ഒരു സ്ഥലം എടുത്ത് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ മറിച്ചു കൊടുത്തു. അപ്പം മറിച്ചു കൊടുത്താൻ പറഞ്ഞാൽ ഞാനത് എടുത്തുപോയി എന്നാണ്. അതായത് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ്. ഒരു സ്ഥലം മാത്രമല്ല, ഇവർ പല സ്ഥലത്തും ഇങ്ങനെ ഇതുപോലെ ദുർബലരായ ആളുകളെ പോയി സമീപിക്കുക, രോഗികളായ ആളുകൾ ബുദ്ധിമുട്ടുന്ന അവരൊരു അഡ്വാൻസ് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പറ്റിക്കുന്ന ഒരു വലിയൊരു സംഘം തന്നെയാണ് ഇവരിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് അടിയന്തരമായി തട്ടിപ്പുകാരെ പിടിച്ച് ജയിലിലടിക്കാം. മാത്രമല്ല ഇവർക്ക് ഈ പറഞ്ഞ ക്യാൻസർ രോഗിയായിട്ട് പാവപ്പെട്ട ഇയാൾക്ക് ഈ ദുരിതമനുഭവിക്കുന്ന ഇയാളെ എത്രയും പെട്ടെന്ന് സഹായിക്കുന്ന നിലപാട് ഗവൺമെൻറ് ഉൾപ്പെടെ സ്വീകരിക്കണം. ഇവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഏതറ്റം വരെയും പോകാൻ വേണ്ടി തയ്യാറായിട്ടാണ്. അത് നിയമ നടപടി വന്നാൽ ആ രൂപത്തിൽ ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും ഇവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ കാര്യത്തിലും സാധാരണ രീതിയിൽ സ്ഥലം കച്ചവടം ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്രോക്കർ പൈസയെ കഴിഞ്ഞും ഈ കൊള്ളസംഘത്തിന് കിട്ടുന്ന സംഖ്യയുടെ ഒരു വീതം കൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരെ കേന്ദ്രീകരിച്ചാണ് അവരാണ് ഈ ആളുകളെ സ്വാധീനിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത്. അവരിലൂടെ ഈ സ്ഥലം അവർ രജിസ്റ്റർ ചെയ്ത് വാങ്ങി അടുത്ത ദിവസം തന്നെ ഇവരുടെ സംഘത്തിൽപ്പെട്ട മറ്റൊരാൾക്ക് ഈ സ്ഥലം മറിച്ച് വിറ്റതായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഏതായാലും ഇതാണ് സാജു ചേട്ടൻ, ആംബുലൻസിലാണ്, കിടപ്പ് രോഗിയാണ്. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ പറ്റിക്കാൻ സാധിച്ചു എന്നാണ് അറിയാൻ കഴിയാത്തത്. ഏതായാലും ഈ കാണുന്ന നൂറുകണക്കിന് നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ എത്തിയതും ഇദ്ദേഹത്തിൻ്റെ ഈ കിടക്കുന്ന അവസ്ഥയിലുള്ള ഈ സഹതാപം കൊണ്ട് മാത്രമാണ്. പക്ഷേ തട്ടിപ്പ് നടത്തിയത് ഈ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്, നേരിട്ട് പരിചയമുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും നാട്ടുകാരും CPM ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വീടിപ്പോൾ തിരിച്ചു പിടിച്ച് നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജീവേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇനി റിപ്പോർട്ടർ.